പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ആക്കിയിട്ടുണ്ട് സ്പീക്കർ. കൊണ്ടുപോയി കൊല്ലിച്ചത് നീയജാപ്പ. ഇതാണ് ഇന്നത്തെ അപ്പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. സാർ, മഷിക്കുപ്പി സമരം സാർ പറയാൻ അനുവദിക്കണം. പ്ലീസ് ചോദ്യം മാത്രമേ പറ്റൂ. വ്യാജ വീഡിയോ, വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കള്ളപ്രചരണം, അപവാദ പ്രചരണം, ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. ഞങ്ങളെ പോലുള്ളവർ അനുഭവസ്ഥരാണ് സാർ. ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശ്രമമില്ലാതെ ഫാക്ടറികളിൽ നിന്ന് സാർ എന്തിനധികം പറയണം. CPM DYFI നേതാവായിട്ടുള്ള റഹീം MP അശ്ലീല പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ. എന്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട DYFI നേതാവായ ബിജുവിന്റെ ഭാര്യയുടെ പേര് വ്യാജ അശ്ലീല സാർ എന്റെ ചോദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് നടപടി എടുത്തിട്ടുണ്ട്? സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചതുപോലെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അദ്ദേഹം പറയട്ടെ. ശ്രീ എൽദോസ് പ്ലീസ് അവിടെ പറയട്ടെ. യെസ്, അവിടെ ഇരിക്കെ. എല്ലാവരും എഴുന്നേൽക്കണ്ട. മിനിസ്റ്റർ പറയട്ടെ. എല്ലാവരും എണീക്കണ്ട. മിനിസ്റ്റർ പറയട്ടെ പ്ലീസ്. അദ്ദേഹം പറയട്ടെ. അവരാരും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം പറയട്ടെ. സാർ, ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ഞച്ചന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സാർ. കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റിട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ IT നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ 63/2023 ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ്, ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൗണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 544/2023 പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ, സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെക്കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെക്കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ സംശയം അവരിലേക്കല്ലേ നീളുന്നത് സാർ? പ്ലീസ്